ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസനെ തഴഞ്ഞത് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെയും ചർച്ചയായി മാറിയിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ മികച്ച ഫോമിലുള്ള സഞ്ജുവിനെ മറികടന്ന് ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ രംഗത്ത് വരുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെയാണ് സഞ്ജുവിന് പാരയായി മാറിയതെന്നും പറയുന്നുണ്ട്. KCA ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിൻ്റെ കരിയർ തകർക്കുകയാണെന്ന് ശശി തരൂർ MP ഇന്നലെ പറഞ്ഞിരുന്നു. സഞ്ജുവിനെ കേരള ടീമിൽ ഉൾപ്പെടുത്താത്തതിലൂടെ വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യത കൂടിയാണ് KCA തകർത്തത്. വിജയ് ഹസാരെ ട്രോഫിയിൽ 212 റൺസെടുത്ത താരമാണ് സഞ്ജുവെന്നും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന പോരാട്ടത്തിൽ സെഞ്ചുറി നേടിയ താരത്തെയാണ് ഇപ്പോൾ ടീമിൽ നിന്നും മാറ്റി നിർത്തിയതെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. എന്നാൽ സഞ്ജു സാംസനെ മറികടന്ന് ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിച്ചതിനെ ന്യായീകരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ സുനിൽ ഗവാസ്കർ. സമീപകാലത്തെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾക്ക് സഞ്ജുവിനെ പ്രശംസിച്ച അദ്ദേഹം ഋഷഭ് പന്ത് സഞ്ജുവിനെതിരെ വന്നതാണ് തിരിച്ചടിയായി മാറിയതെന്നും പറയുന്നു. പന്ത് മികച്ച ഗെയിം ചേഞ്ചറാണെന്നും സഞ്ജുവിനേക്കാൾ വളരെ മികച്ച ഒരു വിക്കറ്റ് കീപ്പറാണെന്നും പറയുകയാണ് ഗവാസ്കർ. സഞ്ജു സാംസനേക്കാൾ കുറച്ചുകൂടി നന്നായി കളി മാറ്റിമറിക്കാൻ പന്തിന് സാധിക്കും. അതാണ് സാംസൺ ടീമിൽ നിന്ന് പുറത്തായത്. എന്നാൽ സഞ്ജു നിരാശപ്പെടരുത്, കാരണം എല്ലാ ഇന്ത്യൻ ആരാധകർക്കും അവൻ്റെ കാര്യത്തിൽ സിമ്പതി ഉണ്ടാവും. ഇതാണ് ഗവാസ്കർ പറഞ്ഞത്. ക്രിക്കറ്റിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിക്കറ്റ് കീപ്പിങ്ങിൽ സഞ്ജു തന്നെയാണ് ബെറ്റർ എന്ന കാര്യം. സൗത്ത് ഇന്ത്യൻ വിരുദ്ധ മുംബൈ കണ്ണിലൂടെ നോക്കുമ്പോൾ ഗവാസ്കർക്ക് മാത്രമേ ഋഷഭ് പന്തിനെ ഒരു മികച്ച വിക്കറ്റ് കീപ്പറായി കാണാൻ കഴിയൂ. സമീപകാലത്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച ഫോമിലായിരുന്നു സഞ്ജു സാംസൺ. T20യിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച അവസാന 5 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷനിൽ സമീപകാല ഫോമൊന്നും ഇന്ത്യൻ സെറ്റർമാർ പരിഗണിച്ചില്ല. ഏകദിന ക്രിക്കറ്റിലും പന്തിനേക്കാൾ മികച്ച റെക്കോർഡ് സഞ്ജുവിനാണ്. ഇതുവരെ 16 ഏകദിനങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സഞ്ജു 56.7 ശരാശരിയിൽ 510 റൺസ് നേടി. 3 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും ഉണ്ട്. ഋഷഭ് പന്താകട്ടെ ഇന്ത്യക്കായി 31 ഏകദിന മത്സരം കളിച്ചപ്പോൾ 33.5 ബാറ്റിംഗ് ശരാശരി. വളരെ വ്യക്തമായ ഒരു കണക്ക് തന്നെയാണത്. ഗവാസ്കർ സാർ ഇപ്പോൾ പറയുന്ന മറ്റൊരു സത്യം ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ നേടും എന്നാണ്. സ്വന്തം തട്ടകത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക പ്രയാസമാണെന്നാണ് ഗവാസ്കറിൻ്റെ അഭിപ്രായം. സ്റ്റാർ സ്പോർട്സിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെയാണ് ഗവാസ്കർ ഈ കാര്യം പറഞ്ഞത്. ഇന്ത്യ മികച്ച ടീമാണെങ്കിലും കിരീടം നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ടീമായി പാകിസ്ഥാനെയാണ് താൻ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇത്തവണ ആദ്യ റൗണ്ട് കടന്നു കിട്ടിയാൽ പാകിസ്ഥാൻ ചാമ്പ്യന്മാർ ആകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്.